ഹലോ വെൽക്കം ബാക്ക് ടു ലേഡീസ് പ്ലാനറ്റ്. ഇന്ന് നമ്മൾ ചെയ്യുന്നത് നോമ്പ് തുറക്കുന്ന സമയത്തേക്ക് പാലൊന്നും ഇല്ലാതെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡ്രിങ്കിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. നമുക്ക് എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നത് എന്നുള്ളത് നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിൻ്റെ മുൻപായിട്ട് നമ്മുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ആ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഈ ഒരു ഡ്രിങ്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 1/2 ടീസ്പൂൺ കസ്കസ് ആദ്യം ഒന്ന് കുതിർത്തെടുക്കുകയാണ് കേട്ടോ. നമ്മുടെ ഡ്രിങ്ക് റെഡിയാകുമ്പോഴേക്കും കസ്കസ് നല്ലപോലെ ഒന്ന് കുതിർന്ന് വന്നോളും. 1/2 ടീസ്പൂൺ കസ്കസിലേക്ക് കുറച്ച് സാധാരണ വെള്ളം ഒഴിച്ചിട്ട് ഇതവിടെ മാറ്റി വെക്കുകയാണ്. ഇനി ഇതിലേക്ക് വേണ്ടത് 3 ചെറുപഴം, 5 ചെറുപഴം മൊത്തത്തിൽ വേണം. ഞാനിവിടെ 3 ചെറുപഴം ആദ്യം ഒന്ന് ഉടച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ തൊലിയൊക്കെ കളഞ്ഞതിന് ശേഷം ഒരു ബൗളിലേക്ക് ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് ഉടച്ചെടുക്കാം. നമ്മുടെ ആ ഒരു ഡ്രിങ്കിനകത്ത് ചെറുതായിട്ട് ഇങ്ങനെ കടിക്കാൻ കിട്ടുന്ന രീതിയിൽ നല്ല പോലെ ഒന്ന് ഉടച്ചെടുക്കാം. പഴം ഞാനിവിടെ നല്ല പോലെ ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി മിക്സിയുടെ ജാറിലേക്ക് 2 ചെറുപഴം ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ പാലിന് പകരമായിട്ട് ചേർത്ത് കൊടുക്കുന്നത് തേങ്ങയാണ് കേട്ടോ. അപ്പോൾ ഞാനിവിടെ 1/2 കപ്പ് തേങ്ങ ചിരവിയത് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് 3 ഏലക്ക കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര കൂടെ ചേർത്ത് കൊടുക്കാം. അത് ഓരോരുത്തരുടെ മധുരത്തിനനുസരിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വ്യത്യാസപ്പെടും കേട്ടോ. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ചേർത്തിട്ട് ഇത് നല്ല പോലെ ഒന്ന് അരച്ചെടുക്കാം. അപ്പോൾ ആദ്യം നമ്മൾ കുറച്ച് വെള്ളം ചേർത്താൽ മതി കേട്ടോ, എന്നാലേ ഇത് നല്ല പോലെ അരഞ്ഞു കിട്ടുള്ളൂ തേങ്ങയൊക്കെ. എന്നിട്ട് ബാക്കിയുള്ള വെള്ളം കൂടെ ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് കറക്കിയെടുത്ത് 2 തവണ നല്ല പോലെ ഒന്ന് അരിച്ചെടുക്കാം. ആദ്യം വലിയ ഹോളുള്ള അരിപ്പയിലും പിന്നെ ചെറിയ ഹോളുള്ള അരിപ്പയിലും നല്ല പോലെ അരിച്ചെടുക്കണം കേട്ടോ. അല്ലെങ്കിൽ തേങ്ങയുടെ ഡ്രിങ്ക് കുടിക്കുമ്പോൾ തേങ്ങയുടെ ചെറുതായിട്ട് ഇങ്ങനെ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല പോലെ അരിച്ചെടുക്കണം. അരിച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ഉടച്ച് വെച്ചിട്ടുള്ള പഴമില്ലേ, അത് ഇതിലേക്ക് ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അതുപോലെ തന്നെ നമ്മൾ ആദ്യം കുതിർത്ത് വെച്ചിട്ടുള്ള കസ്കസും ആ വെള്ളത്തോടെ തന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമുക്കിത് ഗ്ലാസ്സിലേക്ക് മാറ്റാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, ചെറുപഴം കൊണ്ട് പാലൊന്നും ഇല്ലാതെ വളരെ ടേസ്റ്റി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന നമ്മുടെ ഡ്രിങ്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നോമ്പ് തുറക്കുന്ന സമയത്തേക്കൊക്കെ നമുക്ക് നമ്മുടെ ശരീരത്തെ പോലും തണുപ്പിക്കുന്ന ഒരു നല്ല ഡ്രിങ്കാണ്. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവും. ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കൂടെ മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്